Hi മക്കളെ, once again welcome back. അപ്പോൾ നിങ്ങൾ ഇംപ്രൂവ്മെന്റ് എക്സാം അല്ലെങ്കിൽ സേ പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകളാണെങ്കിൽ സേ പരീക്ഷ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റോ ചില കുട്ടികൾ തോറ്റ കുട്ടികളുണ്ടാവും, അവർ സേ പരീക്ഷ എഴുതും. മാർക്ക് കൂട്ടാൻ ആഗ്രഹമുള്ള ആളുകൾ എന്ത് ചെയ്യും? ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതും. രണ്ട് പരീക്ഷ ഒന്ന് തന്നെയാണ്. ഇത് രണ്ടും എഴുതാം അല്ലെങ്കിൽ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എഴുതാൻ പോകുന്ന ആളുകളാണെങ്കിലും നിർബന്ധമായും ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ ഷുവർ അറ്റ് എനി കോസ്റ്റ് പഠിച്ചിരിക്കണം. ഓരോ ചാപ്റ്ററിനും എക്സാമിന് സ്ഥിരമായി ചില ചോദ്യങ്ങളാണ്. ഇംപ്രൂവ്മെന്റ് മാർക്ക് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തോറ്റ കുട്ടികളാണെങ്കിൽ വിജയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇനി ഡബിൾ പാസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അടുത്ത വർഷത്തെ മാർക്ക് ഈ വർഷം കൂടി സ്കോർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾ ഇതിൽ ഏത് ആഗ്രഹത്തിന്റെ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണെങ്കിലും ഞാൻ പറയുന്ന ഓരോ ചോദ്യവും പഠിച്ചാൽ എന്തെങ്കിലും കാര്യം കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ആഗ്രഹം, നിങ്ങൾ എന്ത് മോട്ടീവിലാണോ ഇംപ്രൂവ്മെന്റ് എക്സാം അല്ലെങ്കിൽ സേ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നത്, ആ മോട്ടീവിൽ നിങ്ങൾക്ക് എത്താം. അപ്പോൾ ആദ്യ ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ സോഷ്യോളജി ആൻഡ് സൊസൈറ്റി, സമൂഹശാസ്ത്രവും സമൂഹം എന്ന ചാപ്റ്റർ, ഒന്നാമത്തെ ചാപ്റ്റർ. ആദ്യ ചോദ്യം ഇതാണ്. 5 ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ. ആദ്യം, ഹു ഈസ് കൺസിഡർഡ് ആസ് ഫൗണ്ടർ ഓഫ് സോഷ്യോളജി, സമൂഹശാസ്ത്രത്തിന് അല്ലെങ്കിൽ സോഷ്യോളജിയുടെ പിതാവ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ആരാണ്? എക്സാമിന് ചോദിക്കാറുണ്ട് ആരാണ്? അത് അഗസ്റ്റ് കോംതെയാണ്. ഈ പേര് പഠിച്ചു വെക്കുക. അഗസ്റ്റ് കോംതെയാണ് സോഷ്യോളജിയുടെ പിതാവ്. 1 മാർക്കിന് ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പഠിച്ചു വെച്ചോ. അടുത്ത ചോദ്യം, യെസ്, ഈ 8 മാർക്കിന് ഒരു എസ്സേ ചോദിക്കുന്ന ചോദ്യമാണ്. ലിസ്റ്റ് ഔട്ട് ആൻഡ് അനാലിസിസ് ദ റോൾ ഓഫ് ഡിഫറെന്റ് ഇന്റലക്ച്വൽ ഐഡിയാസ് ആൻഡ് മെറ്റീരിയൽ ഇഷ്യൂസ് മേക്കിംഗ് ഓഫ് സോഷ്യോളജി. സോഷ്യോളജി എന്ന സബ്ജക്ട് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഇന്റലക്ച്വൽ ഐഡിയാസ്. എന്താണ് ഇന്റലക്ച്വൽ ഐഡിയാസ് പറഞ്ഞാൽ? ദൈക്ഷണിക ഭൗതിക ആശയങ്ങളും അതുപോലെ ഭൗതിക പ്രശ്നങ്ങളും. ഇന്റലക്ച്വൽ ഐഡിയാസ് ആൻഡ് ദ മെറ്റീരിയൽ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. എക്സാമിന് ചോദിക്കാറുണ്ട്. കൃത്യമായി ആ കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ 8 മാർക്ക് അവിടെ കിട്ടും. എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. ഇന്റലക്ച്വൽ ഐഡിയാസ് ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം മുതൽ അഗസ്റ്റ് കോംതെയുടെ കോൺട്രിബ്യൂഷൻ വരെ അതിൽ വരുന്നുണ്ട്. അതുപോലെ മെറ്റീരിയൽ ഇഷ്യൂ ആണെങ്കിൽ അവിടെ നമ്മൾ പ്രധാനമായും പഠിക്കേണ്ടത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യവസായ വിപ്ലവത്തിനെ പറ്റിയാണ്. വ്യവസായ വിപ്ലവം സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. അതെങ്ങനെയാണ് ഒരു സോഷ്യോളജി എന്ന സബ്ജക്റ്റിന്റെ ആവിർഭാവത്തിലേക്ക് എത്തിച്ചത് കൃത്യമായി പഠിച്ചു വെച്ചാൽ 8 മാർക്ക് അവിടെ നിന്ന് കിട്ടും. യെസ്, നോക്കൂ, ഇനി ഇതേപോലെ ആദ്യ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് സമൂഹശാസ്ത്രങ്ങളും ഏതെങ്കിലും മറ്റ് 2 സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളും തമ്മിലുള്ള ബന്ധം വിശദമായി ചർച്ച ചെയ്യാനാണ്. 8 മാർക്കിന് ചോദ്യമാണ്. എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാം. എന്താ സമൂഹവും സോഷ്യോളജി മറ്റു പല സോഷ്യൽ സയൻസ് സബ്ജക്റ്റുമായുള്ള ബന്ധം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ പഠിച്ചൊരു കാര്യം അല്ലെ. അതിൽ എക്കണോമിക്സ് ആയിട്ടുള്ള ബന്ധം പറയുന്നുണ്ട്, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് ആയിട്ട്, അതേപോലെ ഹിസ്റ്ററി ആയിട്ട്, അതേപോലെ സോഷ്യോളജി ആയിട്ട്, ആന്ത്രപ്പോളജി ആയിട്ട് ഇതൊക്കെയുള്ള ബന്ധം അതിൽ പറയുന്നുണ്ട്. ഒരു 3 എണ്ണത്തിന്റെ ഡീറ്റെയിൽ ആയി പഠിച്ചു വെച്ചാൽ 8 മാർക്ക് ഇവിടുന്ന് ചോദ്യം. ആകെ ഈ ചോദ്യം 8 മാർക്കിന് ഈ ചാപ്റ്ററിന് ചോദിക്കുകയുള്ളൂ. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, മാർക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ, പഠിക്കാൻ റെഡി, അല്ലെങ്കിൽ വെറുതെ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതല്ലേ സേ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളല്ല നിങ്ങളെങ്കിൽ, കൃത്യമായ ഒരു വിഷനുള്ള കുട്ടികളാണെങ്കിൽ ഇത് പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്റർ ചോദിക്കാൻ മുഴുവൻ മാർക്ക് നിങ്ങളുടെ കയ്യിലാണ്. ഒരു മാർക്ക് എവിടെയും കുറയില്ല. ഓക്കെ, ഇനി അടുത്ത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ദ വിഷൻ ഓഫ് ഡാഷ്. ആരാണ് സാമൂഹ്യ ശാസ്ത്ര സങ്കല്പം അല്ലെങ്കിൽ സോഷ്യൽ ഇമാജിനേഷൻ തിയറി കൊണ്ടുവന്ന ആരാന്ന് ചോദിക്കാൻ? ആരാ? അത് സി റൈറ്റ് മിൽസ് ആണ്. പഠിച്ചു വെച്ചാൽ ഈ ഒരു മാർക്ക് കിട്ടും. ഞാൻ ചുമ്മാ പറയല്ല, നിർബന്ധിച്ച് പഠിപ്പിക്കുകയൊന്നുമല്ല. വേണമെങ്കിൽ പഠിച്ചോ, കാരണം ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ പഠിച്ചോ. ഇത് പഠിച്ച എക്സാമിന് ഇമ്പ്രൂവ്മെന്റ് മാർക്ക് കിട്ടും, വേറൊരു സംശയമില്ല. അടുത്ത്, ഇനി സോഷ്യോളജി അത് വേണ്ട, ഇത് നമുക്ക് ചോദിക്കില്ല. യെസ്, അത് ഇത്രയും ആദ്യ ചാപ്റ്റർ അത്രയും കാര്യം പഠിച്ചോ. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ, ഇനി ഏതെങ്കിലും മനസ്സിലാവാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും പഠിക്കുകയാണെങ്കിൽ പോസ് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് മാർക്ക് വേണ്ടവർ മാത്രം. സെക്കൻഡ് ചാപ്റ്റർ പിടിച്ചോ. ടേം കൺസെപ്റ്റ് ആൻഡ് ദെയർ യൂസ് ഇൻ സോഷ്യോളജി, സംജ്ഞകളും പദങ്ങളും സങ്കല്പങ്ങളും സമൂഹശാസ്ത്ര ഉപയോഗം. രണ്ടാം ചാപ്റ്റർ ആണ്. രണ്ടാം ചാപ്റ്ററിൽ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്ന് എന്താണ്? ദ മൂവ്മെന്റ് ഫ്രം വൺ സ്റ്റാറ്റസ് ടു ഓക്യുപ്പേഷൻ ടു അനദർ. എന്താണ്? ഒരു തൊഴിൽ അല്ലെങ്കിൽ ഒരു പദവി അല്ലെങ്കിൽ തൊഴിലിൽ നിന്ന് മറ്റൊരു പദവിയിലേക്കോ തൊഴിലിലേക്കുള്ള മാറ്റത്തെ വിളിക്കുന്നവരാണ് എന്താ? ദാറ്റ് ഈസ് സോഷ്യൽ മൊബിലിറ്റി, സാമൂഹ്യ ചലനക്ഷമത എന്ന് പറയും. പിന്നെ നോക്കുക അടുത്തത്, പിക്ക് ഔട്ട് ദ ഫീച്ചർ ഓഫ് പ്രൈമറി ഗ്രൂപ്പ് ഫ്രം ദ ഗിവൺ ലിസ്റ്റ്. താഴെ കൊടുത്തിരിക്കുന്നില്ല പ്രൈമറി ഗ്രൂപ്പ്, പ്രാഥമിക ഗണത്തിന്റെ സവിശേഷതകൾ ഏതാണെന്നാ ചോദിച്ചത് അല്ലെ. നമുക്ക് ലാർജ് ഗ്രൂപ്പ്, ഫേസ് ടു ഫേസ് അസോസിയേഷൻ, ഫോർമുല റിലേഷൻ, ഗോൾ ഓറിയന്റഡ്. എക്സാമിന് ചോദിക്കുന്നതാണ്. ഏതാ? ഫേസ് ടു ഫേസ് അസോസിയേഷൻ അല്ലെ, മുഖാമുഖ ബന്ധമാണ് പ്രാഥമിക ഗ്രൂപ്പിന്റെ സംഘത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. ബാക്കിയൊക്കെ എന്താണ്? സെക്കൻഡറി ഗ്രൂപ്പിന്റെ സവിശേഷത അല്ലെ. നിർബന്ധമായും പ്രാഥമിക ഗണവും ദ്വിതീയ ഗണവും നിർബന്ധമായി പഠിച്ചു വെക്കണം. എക്സാമിന് ചോദിക്കും, ഒരു സംശയമില്ല, ചോദിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി അടുത്തത്, ഓരോ ഉദാഹരണ സഹിതം ആർജിത പദവിയും ആരോപിത പദവിയും തമ്മിലുള്ള വ്യത്യാസപ്പെടുത്തുക. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആൻഡ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്. 4 മാർക്കിന്റെ ഷുവർ ചോദ്യമാണ്. ഇത് ഒന്നില്ലെങ്കിൽ മക്കളെ ഞാൻ ഈ പണി നിർത്തിപ്പോവും. അത്രയും ഷുവറാണ്. പഠിച്ചോ. ഏതാ? ഒന്ന്,
ascribed status അതേപോലെ achieved status. എന്താ ascribed status? ആരോപിത പദവി എന്ന് പറയുന്നത് നമ്മൾക്ക് ജനനം കൊണ്ട് നമ്മുടെ കൂടെ കിട്ടുന്ന പദവിയെ വിളിക്കുന്നവരാണ് ആരോപിത പദവി, ascribed status. നമ്മുടെ പ്രായം, നമ്മുടെ ജാതി, ലിംഗം, വംശമൊക്കെ എന്താണ് നമ്മുടെ ജനനം കൊണ്ട് നമ്മുടെ കൂടെ ലഭിക്കുന്ന. എന്നാൽ achieved status ആർജിത പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായ നമ്മുടെ ഇൻഡിവിജ്വൽ കഴിവ് അല്ലെങ്കിൽ നമ്മുടെ നേട്ടങ്ങൾ, നമ്മുടെ മൂല്യങ്ങൾ, നമ്മുടെ കഴിവ് വെച്ച് നമ്മുടെ ലൈഫിൽ നമ്മൾ നേടിയെടുത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതിനെ വിളിക്കുന്നവരാണ് ഈ പറയപ്പെടുന്ന ആർജിത പദവി, achieved status. So this is very important. ഇത് രണ്ടും പഠിച്ചു വെക്കുക, അതിന്റെ വ്യത്യാസം പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കും. പിന്നെ ചോദിക്കുന്ന മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കാസ്റ്റും ക്ലാസും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് ജാതി, എന്താണ് വർഗം? എക്സാമിന് ചോദിക്കും. 2 കോളം തരും. ഇത് 4 മാർക്കിന് ചോദിച്ചാണ്. അതിന്റെ ഓരോന്നിന്റെയും പ്രത്യേകതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നേരെ എടുത്ത് എഴുതാനാണ് എന്തെങ്കിലും പറയുക. ഇതൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പഠിച്ചോ, എക്സാമിന് ചോദിക്കും കേട്ടോ. ഉത്തരം ഞാൻ പറയട്ടെ? വേണ്ട. ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം. നോക്കൂ, ജസ്റ്റ് കാസ്റ്റ് എന്ന് എഴുതാം. എന്തൊക്കെയാണ് കാസ്റ്റിന്റെ അണ്ടറിൽ വരുന്നത്, ക്ലാസ് ഏതൊക്കെയാണ് ക്ലാസിന്റെ അണ്ടർ വരുന്നത്, നിങ്ങൾ തന്നെ ഒന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യും. നോക്കട്ടെ എത്രത്തോളം ആളുകൾ ഇതിന് പഠിക്കാൻ നിങ്ങൾ എത്രത്തോളം പഠിച്ചു. ഇത് എക്സാം ആയിട്ട് കണക്കാക്കുക. എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ താഴെ എന്ത് ചെയ്യുക, ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അടുത്ത് ജാതിയുടെയും വർഗത്തിന്റെയും പ്രത്യേകതകൾ നിർബന്ധമായി പഠിച്ചു വെച്ച് ചോദിക്കും കേട്ടോ. ഇനി pick out the social group from the following. നൽകിയിരിക്കുന്നതിൽ നിന്നും സാമൂഹ്യ ശാസ്ത്ര സംഘത്തെ കണ്ടെത്താൻ താഴെ കുറെ ഇത് പറയുന്നില്ല, കുറെ എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. ഇത് ഏത് തരം സാമൂഹ്യ ഗ്രൂപ്പാണ്, സോഷ്യൽ ഗ്രൂപ്പാണെന്നാണ് ചോദ്യത്തിന്റെ ഒന്നാമത് നോക്കൂ. പാസഞ്ചർ വെയിറ്റിംഗ് അറ്റ് എ ബസ് സ്റ്റോപ്പ്, പീപ്പിൾ വാച്ചിങ് സിനിമ. കേൾക്കാൻ നമുക്കറിയാം സെക്കൻഡറി ഗ്രൂപ്പാണ്, ദ്വിതീയ സംഘമാണ് അല്ലെ. എളുപ്പത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കും. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇതാ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സ്റ്റാറ്റസ് ആൻഡ് റോൾ. എന്താണ് പദവിയും പങ്കും തമ്മിൽ വ്യത്യാസപ്പെടുത്തുക. എത്ര മാർക്കിന്? 3 മാർക്കിന് ചോദിച്ചു പദവിയും പങ്കും അല്ലെ. അപ്പൊ കൃത്യമായി പദവി എന്താണ്, പങ്ക് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കണം അല്ലെ. നിർബന്ധമാണ് പദവിയും പങ്കും പഠിച്ചു വെക്കണം. പദവി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പേരാണ്. അല്ലെങ്കിൽ പദവിക്ക് നമുക്ക് എന്താ പറയാ, പദവി എന്താണ്, ഒരു വ്യക്തിക്ക് സമൂഹത്തിലുള്ള സ്ഥാനം, ഒരു പൊസിഷൻ നമുക്ക് പദവി എന്ന് വിളിക്കാം അല്ലെ. പക്ഷെ റോൾ അല്ലെങ്കിൽ പങ്ക് എന്ന് പറഞ്ഞാൽ ആ പൊസിഷന്റെ ആക്റ്റീവ് തലം അല്ലെങ്കിൽ അതിന്റെ പ്രാവർത്തിക തലത്തെ വിളിക്കുന്നവരാണ് റോൾ. ടീച്ചർ എന്നുള്ള ഒരു പദവിയാണ്, ഞാൻ ക്ലാസ് എടുക്കുന്ന അതിന്റെ റോളാണ് അല്ലെ, പങ്കാണ്. അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം അല്ലെങ്കിൽ അതാണ് അതിന്റെ ഒരു സിമിലാരിറ്റി. അത് പഠിച്ചു നോക്കുക, എക്സാമിന് ചോദിക്കും. അതിന്റെ ഉദാഹരണം ടീച്ചർ, പോലീസ് ഓഫീസർ, മാതാവ്, വിദ്യാർത്ഥിയൊക്കെ എന്താണ് ഓരോ പദവിയാ അല്ലെ. അപ്പൊ ആ പദവിക്ക് അതിൻ്റെതായ പങ്ക് നിർവഹിക്കാൻ. ഒരു അമ്മ എന്ന് പറഞ്ഞാൽ മദർ എന്ന് പറഞ്ഞ ഒരു പദവിയാ, പക്ഷെ അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, അതിന്റെ റോളാണ്, പങ്കാണ്. അപ്പൊ ആ രീതിയിൽ പഠിച്ചു വെക്കുക. ഇനി ഇത് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും അതേപോലെ അച്ചീവ്ഡ് സ്റ്റാറ്റസ് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്നതാണ്. 4 മാർക്ക് കിട്ടും, പഠിച്ചു വെച്ചോ. ഓക്കെ, ഇനി 5 മാർക്കിന് ചോദിച്ചൊരു മാച്ച് ഓഫ് ഫോളോയിങ് ആണ്. അതായത് ഈ പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്, ഇൻ ഗ്രൂപ്പ്, ഔട്ടർ ഗ്രൂപ്പ്, പിയർ ഗ്രൂപ്പ്, ഈ 5 ഗ്രൂപ്പിനെ പറ്റി നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് 5 മാർക്കിന് ചോദിക്കും. ഇങ്ങനെ കോളം ചോദിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ 5 മാർക്ക് കിട്ടി. അല്ലാതെ തന്നെ വിവിധതരം ഗ്രൂപ്പുകളെ പറ്റി 5 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്, ഇൻ ഗ്രൂപ്പ്, ഔട്ടർ ഗ്രൂപ്പ്, പിയർ ഗ്രൂപ്പ് ഒക്കെ അവിടെ പറയുന്നുണ്ട് അല്ലെ. നോക്കൂ, അതേപോലെ ലാർജ് ഇൻ സൈസ്, വി ഗ്രൂപ്പ്, ഫേസ് ടു ഫേസ്, സെയിം ഏജ് ഗ്രൂപ്പ്, ദേ ഗ്രൂപ്പ്, പ്രൊഫഷണൽ ഗ്രൂപ്പ്, ഇമിഗ്രൻസ്, ഫോർമൽ റിലേഷൻ, ചിൽഡ്രൻ ബിലോങ്ങിങ് ടു പെർട്ടിക്കുലർ സ്കൂൾ, ഫാമിലി. ഇത് കൃത്യമായി അങ്ങോട്ട് 3 കോളങ്ങൾ ചേർത്ത് കൊടുക്കാനാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ പ്രൈമറി ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ നോക്കടാ, ഫേസ് ടു ഫേസ് പ്രൈമറി ഗ്രൂപ്പിലേക്ക് പോയി. പിന്നെ ഫേസ് ടു ഫേസ്. ഇനി ഇതിലേക്ക് ഏതാ, പ്രൊഫഷണൽ ഗ്രൂപ്പ് ആണോ, ഇമിഗ്രൻസ് ആണോ, ഫോർമൽ റിലേഷൻ ആണോ, അല്ലെങ്കിൽ ചിൽഡ്രൻ ബിലോങ്സ് ടു പെർട്ടിക്കുലർ സ്കൂൾ ആണോ, ഫാമിലി ആണോ, ഏതാ ഫാമിലി. ഒന്ന് റെഡി. രണ്ടാമത് സെക്കൻഡറി ഗ്രൂപ്പ്, ലാർജ് ഇൻ സൈസ്, വി ഗ്രൂപ്പ്, എന്താണ് സെയിം ഏജ് ഗ്രൂപ്പ്, ദേ ഗ്രൂപ്പ്. സെക്കൻഡറി ഗ്രൂപ്പ് ലാർജ് ഇൻ സൈസ് അല്ലെ. പ്രൊഫഷണൽ ഗ്രൂപ്പ്, ഇമിഗ്രൻസ്, ഫോർമൽ റിലേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമൽ റിലേഷൻ പോയി. അടുത്ത ഇൻ ഗ്രൂപ്പ് എന്താ, വി എന്നൊരു കൺസെപ്റ്റ് അല്ലെ, നമ്മൾ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കില്ലേ. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇതിലേതാ വരുന്നത്, ലൈക്ക് പ്രൊഫഷണൽ ഗ്രൂപ്പ്, നമുക്ക് അതിനെടുക്കാം ഇൻ ഗ്രൂപ്പ് ആയിട്ട്. ഇൻ ഔട്ടർ ഗ്രൂപ്പ് എന്താ, ദേ ഗ്രൂപ്പ് ആണ്. അതേപോലെ എന്താ, ലൈക്ക് ദേ ഗ്രൂപ്പ് ആണ്. അതേപോലെ ഇമിഗ്രൻസ്. ഇനി പിന്നെ പിയർ ഗ്രൂപ്പ്, സെയിം ഏജിൽ വരുന്ന ഗ്രൂപ്പാണ് അല്ലെ. അതേപോലെ ചിൽഡ്രൻ ബിലോങ്സ് ടു പെർട്ടിക്കുലർ സ്കൂൾ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഇത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണ സാധനമാണ്. ഏതാ നമുക്ക് തെറ്റിയത്, ഫേസ് ടു ഫേസ്, ഫാമിലി അല്ല, പ്രൊഫഷണൽ ഗ്രൂപ്പ്, ഇമിഗ്രൻസ്, ദേ ഗ്രൂപ്പ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഫോർമൽ അല്ല, ചിൽഡ്രൻ ബിലോങ്സ് ടു ഫാമിലി, പ്രൊഫഷണൽ ഗ്രൂപ്പ്. ഏതാണ് തെറ്റിയത്? തെറ്റില്ലല്ലോ, റെഡി ആണല്ലോ അല്ലെ. ഔട്ടർ ഗ്രൂപ്പ് ദേ പോയിട്ടുണ്ട്. പിന്നെ ലാർജ് ഇൻ സൈസ്, വി ഗ്രൂപ്പ് ഉള്ളത് യെസ്. ഇത് ഇങ്ങോട്ട് പോട്ടെ, ദേ ഗ്രൂപ്പ് പ്രൊഫഷണൽ ഗ്രൂപ്പിലേക്ക് പോട്ടെ. യെസ്, ഇത് കൃത്യമായി പഠിച്ചു വെച്ചാൽ 5 മാർക്ക് അവിടെ കിട്ടും കേട്ടോ. ഇനി അടുത്ത 3-ാം ചാപ്റ്റർ, അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ, സാമൂഹ്യ സ്ഥാപനങ്ങളെ മനസ്സിലാക്കുന്ന ചാപ്റ്റർ ആണ്. ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ കുടുംബം, ഫാമിലിയെ പറ്റി പഠിച്ചേക്കാം. കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്
വേരിയസ് ഫോം ഓഫ് ഫാമിലി. ഇതാണ് നിർബന്ധമായി പഠിച്ചു വെക്കേണ്ടത്. വ്യത്യസ്ത തരം കുടുംബങ്ങളുണ്ട്, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ പ്ലേസ്, അതോറിറ്റി, ഹെറിറ്റേജ്, ഘടനാസ്ഥലം, അധികാരം, പൈതൃകം അനുസരിച്ച് വ്യത്യസ്ത തരം കുടുംബങ്ങളുണ്ട്. ഈ കോളങ്ങ് പഠിച്ച ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ നോട്ട് നിങ്ങളെ കയ്യിലുണ്ടോ എന്നുണ്ടെങ്കിൽ നോക്കുക, പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കും. അതുപോലെ വ്യത്യസ്ത തരം വിവാഹത്തിന്റെ വ്യത്യസ്ത തരം ഫോം, ഡിഫറെന്റ് ഫോം ഓഫ് മാരേജ് എക്സാമിന് ചോദിക്കും, പഠിച്ചു വെക്കുക. ഒരു ചോദ്യം നോക്കൂ. ഐഡന്റിഫൈ ദ കൺസെപ്റ്റ് റിലേറ്റഡ് ടു ദുർക്കെയിം വിഷൻ ഓഫ് സോഷ്യോളജി. എമിൽ ദുർക്കെയിമിന്റെ സാമൂഹ്യ ശാസ്ത്ര വീക്ഷണം ബന്ധപ്പെട്ട ആശയം ഏത്? ഡിവിഷൻ ഓഫ് ലേബർ, അലീനിയേഷൻ, സോഷ്യൽ ആക്ഷൻ, സോഷ്യൽ ഫാക്ട്. ഏതാണ്? ഡിവിഷൻ ഓഫ് ലേബർ, തൊഴിൽ വിഭജനമാണ് അല്ലെ. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കുക. ഇനി നാലാമത്തെ ചോദ്യം, കൾച്ചർ ആൻഡ് സംസ്കാരവും സാമൂഹ്യവൽക്കരണത്തിലേക്ക് എത്തുമ്പോൾ ആദ്യം അല്ലെ എന്താണ്? നാം സമൂഹത്തിൽ ഒരു അംഗമായി തീരുന്ന പ്രക്രിയ, ദ പ്രോസസ് ബൈ വിച്ച് വി ലേൺ ടു ബിക്കം എ മെമ്പർ ഓഫ് സൊസൈറ്റി. സമൂഹത്തിന്റെ ഒരു ഭാഗമാവുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് സോഷ്യലൈസേഷൻ. സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത് പഠിച്ചു വെക്കുക. ഇനി അതേപോലെ ഏജൻസീസ് ഓഫ് എന്താണ് സോഷ്യലൈസേഷൻ, ഏജൻസി, ഫാമിലി പഠിച്ചു വെക്കുക. പിയർ ഗ്രൂപ്പ്സ്, സ്കൂള്, മാസ് മീഡിയ, 4 പഠിച്ചു വെച്ചോ. അതേപോലെ കൾച്ചർ, സംസ്കാരത്തിന്റെ 3 ഡയമെൻഷൻ. ഇത് 6 മാർക്കിന് ചോദ്യം കേട്ടോ. കൾച്ചറത്തിന്റെ 3 ഡയമെൻഷൻ എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. ഏതാണ്? കോഗ്നിറ്റീവ്, ജ്ഞാനാത്മക, നോർമേറ്റീവ്, ഫിസിക്കൽ. 3 എക്സാമിന് ചോദിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. 3 പഠിച്ചു വെച്ചോ. പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ് സബ് കൾച്ചറിന്റെ ഉപസംസ്കാരത്തെ പറ്റി ചോദിക്കാറുണ്ട്. അതേപോലെ നമ്മുടെ സംസ്കാരത്തെ സാമൂഹിക പഠനം നടത്തുന്ന സാമൂഹ്യവൽക്കരണത്തെ കുറിച്ചുള്ള പങ്ക് ചുരുക്കി വിവരിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അതേപോലെ ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ 3 മാനങ്ങൾ വെച്ചിട്ടുള്ള കോഗ്നിറ്റീവ്, നോർമേറ്റീവ്, മെറ്റീരിയൽ കൾച്ചർ, കൾച്ചറൽ ചേഞ്ച്, എത്നോസെൻട്രിസം. ഈ ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഈ ടോപ്പിക് തന്നെ പഠിച്ചു വെക്കുക. ഞാൻ ഈ കോളം എയിൽ കാണുന്ന ഈ എല്ലാ ടോപ്പിക്കും നിങ്ങൾ പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ. എത്നോസെൻട്രിസം, വംശീയ കേന്ദ്രാനുഭൂത എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. 2 മാർക്കിന് ചോദിക്കുന്നത് എന്താണ് എത്നോസെൻട്രിസം എന്ന് പറയുന്നത് അല്ലെ. അതായത് എന്താണ്? മറ്റു സംസ്കാരങ്ങളിലെ വിശ്വാസത്തെയും പെരുമാറ്റത്തെയും സ്വന്തം സംസ്കാരത്തിന്റെ കാഴ്ചപ്പാടിലൂടെ വിലയിരുത്തിനെ വിളിക്കുന്ന പേരാണ് എത്നോസെൻട്രിസം എന്ന് പറയുന്നത് അല്ലെ. മറ്റുള്ളവരുടെ സംസ്കാരം, മറ്റുള്ളവരുടെ കൾച്ചറിനെ എന്റെ കൾച്ചറിന്റെ കണ്ണിലൂടെ നോക്കി കാണുന്നതിനെ വിളിക്കുന്ന പേരാണ് എത്നോസെൻട്രിസം, വംശീയ കേന്ദ്രാനുമുഖത. പിന്നെ യൂണിവേഴ്സാലിറ്റി, സാർവജനീനത എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്കാരത്തെയും അംഗീകരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സാർവജനീനത എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ടും ഇതിന്റെ വ്യത്യാസം എക്സാമിന് ചോദിക്കാറുണ്ട്, പഠിച്ചു വെക്കുക. ഇനി 5ാം ചാപ്റ്റർ റിസർച്ച് മെത്തേഡിലേക്ക് എത്തുമ്പോൾ ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള റിസർച്ച് മെത്തേഡിനെ പറ്റിയാണ് എക്സാമിന് ചോദിക്കാറുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുന്ന് നല്ല മാർക്കിന് ചോദിക്കാറുണ്ട്. ആദ്യം മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് സ്വന്തം ഗവേഷണത്തെ നോക്കി കാണുന്ന രീതി. ദ റിസർച്ച് ട്രൈ ടു ലുക്ക് അറ്റ് ഹിസ് റിസർച്ച് ത്രൂ ഐസ് ഓഫ് അതേഴ്സ്. ഏതാണ്? സെൽഫ് റിഫ്ലക്സിവിറ്റി ആണ്. നമ്മൾ എപ്പോഴും പഠിക്കുന്ന കാര്യമാണ് ആത്മപ്രതിഫലനം എന്ന് പറയുന്നത്. യെസ്. ഇനി വ്യത്യസ്ത തരം അഭിമുഖങ്ങൾ ഏതൊക്കെ? അഭിമുഖത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും, ഇന്റർവ്യൂ ഏതൊക്കെ ടൈപ്പ് ഇന്റർവ്യൂസ് ഉണ്ട്, അതിന്റെ മെറിറ്റും ഡിമെറിറ്റ്സും 4 മാർക്കിന് 5 മാർക്കിന് ചോദിച്ചാൽ 3ഉം 2ഉം 5 മാർക്ക്. എളുപ്പമാണല്ലേ. വ്യത്യസ്ത തരം ഇന്റർവ്യൂസ് ഏതാടാ? സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും. ഘടനാപരമായ ഇന്റർവ്യൂ ഉണ്ട്, ഘടനാപരമല്ലാത്ത ഇന്റർവ്യൂ. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണ്. അൺസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് തോന്നിയ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അല്ലെ. അതിന്റെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്താണ്. പഠിച്ചു വെച്ചാൽ 5 മാർക്ക് സെറ്റാണ്. ഓക്കെ. യെസ്, കൃത്യമായി ഞാൻ ഇവിടെ കൊടുത്തിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇനി എക്സ്പീരിയൻസ് സാമ്പിളിംഗ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സിനെ പറ്റി ചോദിക്കാം. സാമ്പിളിംഗ് പിശക് എന്ന് പറഞ്ഞാൽ സാമ്പിൾ കളക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെ, സാമ്പിളിംഗിന്റെ സവിശേഷിയും ജനസംഖ്യയുടെ സവിശേഷിയും തമ്മിലുള്ള വ്യത്യാസമാണ് സാമ്പിളിംഗ് പിശക്, സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ നമ്മളത് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും ചെറിയ വ്യത്യാസം എന്തായാലും ഉണ്ടായിരിക്കും. നമുക്ക് കിട്ടുന്ന ഡാറ്റ 100% ഒറിജിനൽ ഡാറ്റ ആയിരിക്കില്ല, അല്ലെങ്കിൽ 100% ആക്യുറേറ്റ് ആയിട്ടുള്ള ആയിരിക്കില്ല. ആ ഒരു തെറ്റിന്, ആ സംഭവിക്കുന്ന ചെറിയ മിസ്റ്റേക്കിനെ വിളിക്കുന്നവരാണ് സാമ്പിളിംഗ് എറർ. നോൺ സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത സമയത്ത് വന്ന മിസ്റ്റേക്ക്. ഫോർ എക്സാമ്പിൾ, പെട്ടെന്ന് എന്റെ പേര് ചോദിക്കുക, എന്റെ പേര് എന്താടാ? നിഹാൽ. അങ്ങനെ അവൻ ഏരിയയിൽ നിഹാദ് എന്നായിപ്പോയി. അതൊരു തെറ്റാ. അത് ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് വന്ന തെറ്റാ. നിഹാൽ എന്നുള്ളത് നിഹാദ് എന്നായിപ്പോയി. സോ ദാറ്റ് ഈസ് ഏതാണ്? നോൺ സാമ്പിളിംഗ് എറർ ആണ്, പഠിച്ചു വെക്കുക. അതേപോലെ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷന്റെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനാണ് പറഞ്ഞത് അല്ലെ. അതിന്റെ ഡ്രോബാക്സ്, ഇത് എസ്സേക്ക് 8 മാർക്കിന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? പാർട്ടിസിപ്പന്റ് അല്ലെങ്കിൽ പങ്കാളി നിരീക്ഷണത്തിന്റെ നെഗറ്റീവ്സിനെ പറ്റി ചോദിച്ചാണ്. നോക്കൂ, ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് അല്ലേ. നോക്കാമെങ്കിൽ അതിനൊരു ദീർഘകാലം, ഒരു ലോങ് ടൈം ആവശ്യമാണ് ഒരു പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ നടത്താൻ വേണ്ടിയിട്ട്. അതേപോലെ എല്ലാ ജോലികളും തനിച്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒരു ചെറിയ സമൂഹത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. മുൻവിധികൾ, നമ്മുടെ പ്രെജുഡിസ് പലപ്പോഴും നമുക്ക് വെല്ലുവിളി ഉയർത്താറുണ്ട്. അതിൽ ഏകപക്ഷീയമായ ബന്ധം അല്ലെ, നമ്മളൊരു വ്യൂ പോയിന്റ് മാത്രമേ ആ പഠനത്തിൽ വരുന്നുള്ളൂ, മറ്റു സ്റ്റഡീസും അതിൽ വരുന്നില്ല. അപ്പൊ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഇതിന്റെ നെഗറ്റീവ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ 5 ചാപ്റ്റേഴ്സും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഇംപ്രൂവ്മെന്റ് എക്സാമിന് ഇംപ്രൂവ് ചെയ്യണം എന്ന ലക്ഷ്യത്തോട് കൂടിയാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നതെങ്കിൽ ഞാനിവിടെ ഡിസ്കസ് 5 ചാപ്റ്റർ ഞാൻ ഡിസ്കസ് ഈ ചോദ്യങ്ങൾ നിർബന്ധമായി നിങ്ങൾ പഠിച്ചു വെക്കുക. അത് പഠിച്ചു വെച്ചാൽ മക്കളെ ഹാഫ് പോർഷൻ അല്ലെങ്കിൽ ഹാഫ് മാർക്ക് ഉറപ്പാണ്. കാരണം ഹാഫ് പോർഷൻ എന്ന് പറഞ്ഞാൽ 40 മാർക്ക് ഉറപ്പാണ്. കാരണം സ്ഥിരമായ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്. ഇത് പഠിച്ചു വെക്കുക, മാർക്ക് നേടുക, മാക്സിമം സ്വയം ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് പരീക്ഷയിൽ മാത്രമല്ല
നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ലൈഫ് ലോങ് പ്രോസസ്സ് എപ്പോഴും ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു പോസിറ്റീവ് തോട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ആൻഡ് എക്സാം എളുപ്പമായിരിക്കട്ടെ. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ എക്സാമിന് ചോദിക്കട്ടെ. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിർബന്ധമായി നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.